ഒരു കാര്യം കോൺഗ്രസുകാരെ സൂചിപ്പിക്കുകയാണ്, 2,90,000 മെമ്പർഷിപ്പുള്ള അംഗമുള്ള പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാർക്ക് ഒരുങ്ങിയാലേ ഈ യൂത്തന്മാരെ ഞങ്ങളുടെ കൊടിയിൽ നല്ല കമ്പാണ് കൊടി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരിടാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഒരു കോൺഗ്രസ് പോലീസിന്റെ സഹായമില്ലാതെ ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഞങ്ങളുടെ മന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റെടുത്തു. പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. ഇതിലും 5 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് പത്തനംതിട്ട, കൊല്ലം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, അങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഏകദേശം 90 ലക്ഷം മെമ്പർഷിപ്പ് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് സഖാവ് വീണ ജോർജ്. അവരെ ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് അതിലും നല്ല രീതിയിൽ മാന്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനും അതിനുള്ള കേൾപ്പുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ആവാസ സമരം നിർത്തി നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നോക്കി ജീവിക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസുകാരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.